ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി നിങ്ങൾക്കൊക്കെ അറിയണ റെസിപ്പി തന്നെയാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയാൻ എൻ്റെ കൂടെ പോന്നോളി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചിരങ്ങ താളിപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നീണ്ടൊരു ചിരങ്ങ കിട്ടിയിട്ടുണ്ട്. ആ ചിരങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഉള്ളിയും ഒരു 4-5 പച്ചമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയാണ്. ഉള്ളിയൊക്കെ കണ്ട് തോല് കളഞ്ഞ് വൃത്തിയാക്കി അത് നല്ല നൈസായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചു. പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെങ്ങാണ്ട് അതും വെച്ചു. പിന്നെ നമുക്ക് ഈ ചിരങ്ങ നൈസാക്കിയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം. 4 ഇതളാക്കിയിട്ട് ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്നുകൊണ്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അരിയൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെക്കാം. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ പാർന്നോടുത്ത് കടുകിട്ട് ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഇട്ടുകാണ്ട് അതൊന്നും ഇങ്ങോട്ട് വാടി വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ചിരങ്ങി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നാണ്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് പാർന്നു കൊടുക്കുന്നത്. ഒരു കപ്പ് കഞ്ഞിവെള്ളം ഞാൻ പാർന്നു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിലുണ്ട് വന്നാൽ നമുക്ക് അടിപൊളി ചിരങ്ങ താളിപ്പൂടെ റെഡി.